അതുപോലെ ഈ ബ്രോഡ്ബാൻഡിൻ്റെ കസ്റ്റമർ സർവീസിന് വേണ്ടി ഏഷ്യനെറ്റ് എന്തൊക്കെയാണ് സർ ചെയ്യുന്നത്? കാരണം കസ്റ്റമറാണ് ഒരു ഏറ്റവും വലിയ രാജാവ്. അവർക്ക് അതിനുവേണ്ടി എന്തൊക്കെയാണ് ഏഷ്യനെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? റിജു, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഒരു അവശ്യ സർവീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഒരു കസ്റ്റമർ സർവീസ് ഏറ്റവും പ്രാധാന്യമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ അവശ്യ സർവീസ് എന്ന് പറയുമ്പോഴേക്കും ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ ഫയർ സർവീസ്, ഹെൽത്ത് കെയർ സർവീസ്, അതുപോലെ ഒരു അവശ്യ സർവീസ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കമ്മിറ്റ്മെൻ്റാണ് കസ്റ്റമേഴ്സിനോടുള്ളത്. അപ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ എക്രോസ് എല്ലാ ജില്ലകളിലും നമ്മളുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു 85-ൽ അധികം ഓഫീസുകൾ, കസ്റ്റമറിനെ ലേക്ക് എത്താനായിട്ടുള്ള ഓഫീസുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം. ഈ 14 ജില്ലകളിലായിട്ട് 85ഓളം. കേരളത്തിലെ മറ്റൊരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ കേബിൾ സർവീസിനും ഇല്ലാത്തൊരു ടച്ച് പോയിൻ്റാണ് 85-ലധികം വരുന്ന ഓഫീസുകൾ. ഇത് ഒരു കസ്റ്റമറിനൊരു 10 കിലോമീറ്റർ ചുറ്റളവിന് നമുക്ക് കസ്റ്റമറിന് നമ്മളിലേക്ക് വരാം, നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിപ്പെടാം. ഓക്കെ, അതാണ് ആദ്യത്തെ ഒരു പ്രസൻസ് നമ്മളുടെ. ഇവിടെ ഈ സെൻറ്ററുകളിലായിട്ട് അല്ലെങ്കിൽ ഈ 85 ഓഫീസുകളിലായിട്ട് 2000-ലധികം എംപ്ലോയീസ്, അത് നെറ്റ്വർക്ക് സർവീസ് ചെയ്യുന്നവരായിരിക്കാം, പുതിയതായിട്ട് കസ്റ്റമർ അക്വയർ ചെയ്യുന്ന സെയിൽസ് ടീമായിരിക്കാം, കസ്റ്റമർ സർവീസ് ടീമായിരിക്കാം, ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിനാൻസ് ടീമുകളായിരിക്കാം. അപ്പോൾ എല്ലാ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2000-ലധികം ഡയറക്റ്റ് എംപ്ലോയീസ് നമ്മൾ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ നമുക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മളുടെ വേരിയസ് ബിസിനസ് സർവീസ് ചെയ്യാനായിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. സോ ഏകദേശം ഒരു 85 ഓഫീസുകളിലായിട്ട് 3000-ലധികം ആളുകൾ 24 മണിക്കൂറും എന്ന വണ്ണം അത്ര തന്നെ 24 മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മളുടെ അവൈലബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ ഫസ്റ്റ് തിങ് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്, കസ്റ്റമറിന് ഇൻ കേസ് എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു 24 hours കോൾ സെൻറ്റർ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻറ്റർ. അവിടെ എപ്പോൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളുടെ കോൾ സെൻറ്റർ അവൈലബിൾ ആണ്. അവർ ഫോൺ വഴി അല്ലെങ്കിൽ ഒരു കോള് വഴി ചെയ്യാവുന്ന സേവനങ്ങൾ. ചില ആളുകളൊക്കെ എനിക്ക് ഇത് വർക്ക് ചെയ്യുന്നില്ല, മേ ബി വീട്ടിൽ പ്രായമാരൊക്കെ വിളിച്ചിട്ട് എനിക്ക് കാണുന്നില്ല എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പവർ പ്ലഗ് ഊരി കിടക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ടൈം കോളിൽ തന്നെ സർവീസ് കൊടുക്കാനായിട്ടുള്ള സജ്ജമായിട്ടുള്ള വെൽ ട്രെയിൻഡ്, അവിടെയും ഏകദേശം 100-ലധികം ഏജൻറ്റ്സ് ഇരിക്കുന്ന ഒരു കോൾ സെൻറ്റർ നമുക്ക് സജീവമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പുതിയ കാര്യം, എങ്ങനെ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയിട്ട് കസ്റ്റമർ സർവീസ് ഇൻക്രീസ് ചെയ്യും. AI ടെക്നോളജി അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒത്തിരി ടെക്നോളജികളുണ്ട്. അത് പ്രൊആക്റ്റീവായിട്ട് നമുക്ക്, ഉദാഹരണത്തിന് നമുക്ക് വിദൂരത്തിരുന്നുകൊണ്ട് റിമോട്ട് ആക്സസ് വഴി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറിന് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്കൊരു ഹെൽത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റെജിയിൽ വീട്ടിലിരിക്കുന്ന ഒരു വൈഫൈ മോഡം, ആ മോഡത്തിൽ നമുക്കിവിടെ പറയാൻ പറ്റും അവിടെ ഈ ഇൻ്റർനെറ്റ് പ്രവർത്തിപ്പിക്കേണ്ട പ്രത്യേക ബാൻഡ്വിഡ്ത്ത് ലെവലുണ്ട്, പവർ ലെവലുണ്ട്. ആ പവർ ലെവലിൻ്റെ വിതിൻ ആ പവർ ലെവലാണെന്നുണ്ടെങ്കിൽ മാത്രമേ രജിക്ക് ഉദ്ദേശിക്കുന്ന ഇൻ്റർനെറ്റ് സ്പീഡും സർവീസും കിട്ടത്തുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ, പല കാരണങ്ങൾ, ഇതെല്ലാം വയേർഡാണ്, ഒത്തിരി ദൂരം വഴി യാത്ര ചെയ്തെത്തുന്ന സിഗ്നലുകളാണ് അല്ലെങ്കിൽ ബാൻഡ്വിഡ്ത്താണ്. അത് എന്തെങ്കിലും മാർഗ്ഗതടസ്സം കാരണം ആ പവർ ലെവൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അലാം കിട്ടും. ഈ റെജിയുടെ വീട്ടിലെ പവർ ലെവൽ കുറവാണ്, സേവനത്തെ ബാധിക്കും, സ്പീഡിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രൊആക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ടെക്നോളജികൾ നമ്മൾ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ടെക്നോളജി അത് നമുക്ക് ഒത്തിരി ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പുതിയ ടെക്നോളജികളിലേക്കുള്ളത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. സെൽഫ് കെയർ ആപ്പുകളുണ്ട്. ഓക്കെ, കസ്റ്റമേഴ്സിന് മൊബൈൽ ആപ്പ് വഴി നമുക്ക് സേവനങ്ങൾ, സർവീസ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ആപ്പ് വഴി തന്നെ വൈഫൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല സേവനങ്ങൾ, നിസ്സാര സേവനങ്ങളായിരിക്കും. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും വൈഫൈ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നവരാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ പാസ്വേഡ് മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ വൈഫൈയുടെ പേര് മാറ്റാം. പലരും വളരെ, പ്രത്യേകിച്ചും പുതുതലമുറയൊക്കെ വളരെ ഫണ്ണി ആയിട്ടുള്ള പേരുകളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. മൂന്നാമത്, ഉദാഹരണത്തിന് ഒരു വീട്ടിൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ, വൈഫൈ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു കുടുംബം ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പം പാരൻസിന് അതിൻ്റേതായിട്ടുള്ള ചില അവലാതികൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കുട്ടികൾ ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ വീട്ടിൽ ഓരോ ഉപഭോക്താവിനും ആക്സസ് ചെയ്യാവുന്ന സൈറ്റുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാം.
അപ്പോൾ ഉദാഹരണത്തിന് സൈറ്റ് 1, സൈറ്റ് 2, 3 സൈറ്റ്, ഈ വെബ്സൈറ്റുകൾ മകൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന് ആക്സസ് കൊടുക്കരുത്. അത് നമുക്ക് ആപ്പ് വഴി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ടെക്നോളജി വഴി കസ്റ്റമർ സർവീസുകൾ, ഈ കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്യുന്നൊരു കാര്യമാണ്. 5 വർഷം മുമ്പുണ്ടായിരുന്ന റിക്വയർമെൻ്റ് അല്ല ഇന്നുള്ളത്. ഇന്നുള്ള റിക്വയർമെൻ്റ് ആയിരിക്കില്ല നാടുള്ളത്. ടു സമ്മറൈസ്, ഒന്ന് നമ്മളുടെ ഫിസിക്കൽ പ്രസൻസ്, 3000-ത്തിലധികം വരുന്ന ആളുകൾ, സദാ സജ്ജരായിട്ടിരിക്കുന്ന ആളുകൾ. 3, ഫുള്ളി ആക്റ്റീവായിട്ടുള്ള കോൾ സെൻറ്റർ. 4, ഇപ്പം നമ്മൾ ഇവോൾവ് ചെയ്തു വരുന്നത് ടെക്നോളജി, AI പോലുള്ള ടെക്നോളജി വെച്ച് എങ്ങനെ പ്രൊആക്റ്റീവായിട്ട് കസ്റ്റമറിന് സർവീസ് എൻഷുർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും കസ്റ്റമർ സർവീസ്, അതായത് ഞാൻ ആദ്യം നമ്മളുടെ ഡിസ്കഷനിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു അവശ്യ സർവീസായിട്ട് മാറിയ അന്നു മുതൽ ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വം കൂടി. കാരണം അവശ്യ സർവീസിന് ഉത്തരവാദിത്വം കൂടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് അവർ സെൽഫ് ഇൻ ടേംസ് ഓഫ് എങ്ങനെ നമ്മളുടെ സർവീസ് ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. സോ അത് കസ്റ്റമറിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്, നമ്മൾ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. അതൊരു എവർ ഇവോൾവിങ് പ്രോസസ്സാണ്. അതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. സർ, ഈ AI കടന്നുവരവ് എത്രത്തോളം ബ്രോഡ്ബാൻഡിനെയും കേബിളിനെയും ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട് സർ? ഓക്കെ, ഒരു വലിയ സബ്ജക്റ്റാണ് AI കടന്നുവരവ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് എല്ലാ മേഖലകളിലും AI കടന്നു വന്നു, അത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, വലിയൊരു സബ്ജക്റ്റാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം AI സപ്പോർട്ട് ചെയ്യുമ്പം മറ്റൊരിടത്ത് AI നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന് വിമർശനപരമായിട്ട് കാണുന്നവരുണ്ട്, ജോലികളെ ബാധിക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും AI വരവോടുകൂടി ഏറ്റവും വലിയ നല്ല വശം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഉപഭോഗം കൂടി. ഓക്കെ, ഏകദേശം 3 അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ഒരു മാസം 50 GB 60 GB ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് ഇൻ്റർനെറ്റ് GB-യിലാണ് നമ്മൾ ഉപഭോഗം. കാരണം ഇലക്ട്രിസിറ്റി നമ്മൾ യൂണിറ്റിൽ പറയുന്നത് പോലെ ഇവിടെ എത്ര GB-യിലാണ് നമ്മൾ ഉപഭോഗം മെഷർ ചെയ്യുന്നത്. അതിപ്പം 5 ഇരട്ടി 200-250 GB വരെ നമ്മളുടെ ഒരു ആവറേജ് കസ്റ്റമർ ഉപയോഗിച്ച് തുടങ്ങി. അപ്പം ഇൻ്റർനെറ്റിൻ്റെ ഉപഭോഗം കൂടി. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ 100 Mbps പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യകത, അതിൽ തന്നെ സ്പീഡിൻ്റെ ആവശ്യകത, ഒരു പ്രാധാന്യം ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങി AI വരവോടുകൂടി. എന്നാൽ ഓൺ ദി അതർ സൈഡ്, അത് ഞാൻ വിമർശിച്ചു പറയുന്നതല്ല, ഇതിനെ അത് ഇൻ്റർനെറ്റ് മേഖലയെ മാത്രമല്ല പൊതുവെ ബാധിച്ചിരിക്കുന്ന വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഡിവൈസ് കമ്പോണൻസിൻ്റെ അവൈലബിലിറ്റി, ഡിമാൻഡ് പെട്ടെന്ന് കൂടി. അത് ഇൻ്റർനെറ്റ് മേഖലയെ മാത്രമല്ല, ഇൻ്റർനെറ്റ് മേഖലയിൽ ബാധിക്കുന്നത് മോഡം, അല്ലെങ്കിൽ ഞങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന മറ്റുള്ള OLT പോലുള്ള ഡിവൈസസ്, ഈവൻ ഫൈബർ, മറ്റ് കമ്പോണൻറ്റ് എല്ലാത്തിൻ്റെയും അവൈലബിലിറ്റി വലിയൊരു ഘടകം, വലിയൊരു ചലഞ്ചായിട്ട് മാറി. പ്രത്യേകിച്ചും കഴിഞ്ഞൊരു 6 മാസം, 1 വർഷക്കാലം മേ ബി ജിയോ പൊളിറ്റിക്കലായിട്ട് നടക്കുന്നുള്ള യുദ്ധങ്ങൾ എല്ലാം അതിനെ ബാധിച്ചിട്ടുണ്ടാകും. എന്നാലും ഈ ചിപ്സെറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവൈലബിലിറ്റിയും ഈ കമ്പോണൻസ്, ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ അവൈലബിലിറ്റി വലിയ തോതിൽ ബാധിച്ചു. അതേ തുടർന്ന് ഇതിൻ്റെ വിലയെ ഭയങ്കരമായിട്ട് ബാധിച്ചു. സോ അവൈലബിലിറ്റി ഒരു ഇഷ്യൂ ആണ്, കോസ്റ്റ് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിനെ ഞങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ചില കമ്പോണൻറ്റുകളൊക്കെ പണ്ട് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ കിട്ടേണ്ടത് ഇപ്പം 3 മാസവും. കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി. പണ്ട് നമുക്കൊരു കോസ്റ്റ്, ഒരു കമ്പനി കോസ്റ്റ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 3 മാസത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസത്തേക്കോ ആ കോസ്റ്റ് ഫിക്സ്ഡ് ആയിരുന്നു. ഇന്ന് 3 ദിവസത്തിൽ കൂടുതൽ അവർ കോസ്റ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അത് വലിയൊരു പ്രതിസന്ധി വന്നു. ഇത് ഇനി വരുന്ന 1-2 വർഷങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ പോലും 1-2 വർഷത്തേക്ക് ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും. നമ്മളുടെ കോസ്റ്റിനെ ബാധിക്കും, അവൈലബിലിറ്റിയെ ബാധിക്കും. ഇൻ്റർനെറ്റ് മേഖലയിൽ മാത്രമല്ല, അത് എല്ലാ മേഖലയിലും ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്മാർട്ട് ഫോണുകളുടെ വില ഭയങ്കരമായിട്ട് കൂടി. ചില മോഡലുകൾ കിട്ടാനില്ല. ആപ്പിൾ, സാംസങ് എല്ലാം അവരുടെ വിലകൾ കൂടി. CCTV ക്യാമറകൾ കിട്ടാനില്ല, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കൂടി. ഈവൻ ഓട്ടോമൊബൈൽ രംഗത്തെ ബാധിച്ചിട്ടുണ്ട്. സോ AI ഒരു നെഗറ്റീവ് വശം, ഞാൻ മറ്റ് വിമർശന ബുദ്ധിയോടുകൂടി പറയുന്നതല്ല, ഒരു ഇമ്പാക്റ്റ് ആസ് വി സ്പീക്ക് ഇതാണ്. ഓക്കെ, അപ്പം അതിനെ ഒരു ചലഞ്ചായിട്ട് കാണണം. ബട്ട് അതർവൈസ്
AI എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപദ്രവങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് നല്ലതേ കിട്ടുള്ളൂ. നമുക്ക് അത് ഒത്തിരി നമ്മളുടെ ജീവിതത്തെ പ്രത്യേകിച്ചും ബിസിനസ് മേഖലകളിലും അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ഡിസിഷൻ മേക്കിംഗ്, ബെറ്റർ അനാലിസിസ്. പണ്ടൊക്കെ നമ്മളൊരു ഡാറ്റ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ എടുക്കുമെങ്കിൽ AI നമുക്കിത് 1 മിനിറ്റിൽ പറഞ്ഞു തരും. ഇതാണ്. അപ്പോൾ നമുക്ക് ഡിസിഷൻസ് എല്ലാം കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും, കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും ഡിസിഷൻസ്. അപ്പം ആ വിധത്തിൽ AI ഡെഫിനറ്റ്ലി, ആൻഡ് AI ഇപ്പോഴും അഗെയിൻ മഞ്ഞുമലയുടെ അഗ്രം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ലോങ് വേ ടു ഗോ. സർ, അതുപോലെ 30 വർഷം ഏഷ്യാനെറ്റിനോടൊപ്പമുള്ള കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവരെല്ലാം ഈ 30 വർഷവും ഏഷ്യാനെറ്റിൻ്റെ കൂടെ നിൽക്കുന്നത് ആ വിശ്വാസവും ആ കസ്റ്റമർ സർവീസും കൊണ്ട് തന്നെ ആയിരിക്കും. അതിനെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാടുന്നു? ഏഷ്യാനെറ്റുമായിട്ടുള്ളൊരു വൈകാരിക ബന്ധം ഒത്തിരിയേറെ കസ്റ്റമേഴ്സ് എന്നും കാത്തു സൂക്ഷിക്കുന്നത്. ഏഷ്യാനെറ്റ് മലയാളികളുടെ ഹൃദയത്തോട്, മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. ആ ഒരു വൈകാരിക ബന്ധം കൂടുതലുമുണ്ട്. അത് പ്രത്യേകിച്ചും ആദ്യമായിട്ട് ഞങ്ങളുടെ വീടുകളിലേക്ക് വാർത്തയുടെയും സിനിമകളുടെയും സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കാഴ്ചകൾ എത്തിച്ചു തന്നു എന്നുള്ളതിൻ്റെ ഒരു വൈകാരിക ബന്ധമുണ്ട്. അതിനേക്കാൾ ഉപരി ഇന്ന് കാലം മാറി. അന്ന് ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പിന്നീട് ഒത്തിരിയേറെ ഓപ്പറേറ്റേഴ്സ് വന്നു. ഇന്ന് കസ്റ്റമേഴ്സിന് ഒത്തിരി ഓപ്ഷനുണ്ട്. ഇൻ്റർനെറ്റ് വന്നു. പല രീതിയിൽ ഉള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നാഷണൽ ലെവലിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലോക്കൽ ലെവലിലേഴ്സ് മാത്രം ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സോ കസ്റ്റമേഴ്സിനുള്ള ഓപ്ഷൻസ് കൂടി. മൂന്നാമത് കസ്റ്റമേഴ്സിനുള്ള കാഴ്ചപ്പാടും ഡിമാൻഡും കൂടി. ഓക്കെ, അപ്പോൾ വൈകാരിക ബന്ധം കേവലം വൈകാരിക ബന്ധത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതല്ല. അപ്പം മാറിയതിനനുസരിച്ച് ആളുകളിൽ ചോയ്സും മാറ്റങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മളുടെ ഞങ്ങളെപ്പോഴും നോക്കുന്നൊരു കാര്യമാണ് ഈ ഏജ് ഓൺ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ് കൂടുതൽ ഏജ് ഓൺ നെറ്റ്വർക്ക്. അതായത് 25 വർഷത്തിൽ കൂടുതൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മളെപ്പോഴും ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സീനിയർ മാനേജേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ 85 ഓഫീസുകൾ ഞങ്ങൾ കൃത്യമായി യാത്ര ചെയ്ത് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവിടെ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും ഉറപ്പാക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ എംപ്ലോയീസുമായിട്ടുള്ള സംവാദത്തിന് അല്ലെങ്കിൽ ഇടപെടലുകളിലേക്കാൾ അത്ര പ്രാധാന്യം തന്നെ പ്രത്യേകിച്ചും നമ്മളുടെ കൂടെ 25 വർഷമായിട്ട് നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ പോയി കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും അവരിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്തു വരുന്നുണ്ട്. സർ, അതുപോലെ ഈ കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റ് വിളിച്ച് പറഞ്ഞാൽ അതിനൊരു പീരീഡ് ഏത് ബിസിനസ്സിലായാലും ഉണ്ട്, ഇത്ര സമയം എന്നുണ്ട്. അത് എത്രത്തോളം ഏഷ്യാനെറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്? ഈ നമ്മളൊരു ടേൺ അറൗണ്ട് ടൈം, ടാറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം, ഒരു പാരാമീറ്റർ നമ്മൾ എപ്പോഴും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന സംഭവമുണ്ട്. പലപ്പോഴും അത് വളരെ ക്ലോസ് മോണിറ്റർ ചെയ്യുന്ന എല്ലാ ലെവലിലും, എല്ലാ സെൻട്രൽ ലെവലുകളിലും എല്ലാ ഫങ്ഷൻ ലെവലുകളിലും ഒരു കസ്റ്റമറിന് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഒരു സ്റ്റിപ്പുലേറ്റഡ് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 85-90% നമുക്ക് ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ചില സമയങ്ങളിൽ, കാരണം ഇതെല്ലാം ഒരു വയേർഡ് നെറ്റ്വർക്കാണ്. നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് കേരം തെങ്ങും നാട് കേരളം എന്നും ഉണ്ടല്ലോ. അപ്പം തെങ്ങുകളുടെ ഒരു രാജ്യമാണെങ്കിൽ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം ഈ ഫീക്കൻ്റ് ആയിട്ടുള്ള ഫയർ കട്ടുകൾ വരാം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം ദേശീയപാതകളുടെ വികസനം നടക്കുന്നു, വർക്കുകൾ നടക്കുന്നു, ഒത്തിരി റോഡ് വർക്കുകൾ നടക്കും. ഇതെല്ലാം നമ്മളുടെ നെറ്റ്വർക്കിനെയും ബാധിക്കുക. അപ്പോൾ ചില സമയങ്ങളിലെല്ലാം മാസീവ് ഔട്ടേജസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊരിപ്പം സാധാരണ ഒരു വഴിയിലൊരു സാധാരണ ഒരു അപകടം നടന്നൊരു പോസ്റ്റിൽ ഇടിച്ച് താഴെ വീണാൽ പോലും ആ ഏരിയയിൽ മുഴുവൻ. അപ്പം അങ്ങനെ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഈ ടാറ്റിനുള്ളിൽ, നമ്മളുടെ ടേൺ അറൗണ്ട് ടൈമിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ, കാറ്റും മഴയും എല്ലാം വരുന്ന സമയങ്ങളിൽ ചിലപ്പം മരം വീണും ആ സമയങ്ങളിൽ, ഇപ്പം അത് ഇലക്ട്രിസിറ്റിയും ബാധിക്കുന്ന സംഭവമാണ്. ചില സമയങ്ങളിൽ സാധാരണയൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് പറയും ഇത്ര സമയത്തിനുള്ള അവർ ചെയ്യാറുണ്ടെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ മാസീവ് ഔട്ടേജ് വരുമ്പോൾ ചിലപ്പം 4-5 മണിക്കൂറിലോട്ട് മാറാം. അതൊഴിച്ചു നിർത്തിയാൽ ഈ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് നമ്മൾ വലിയ ക്രിട്ടിക്കലായിട്ട് നോക്കുന്ന ഒരു ഘടകമാണ്, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കുന്ന ഘടകമാണ്. വളരെ പ്രാധാന്യം കൊടുത്ത്
മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടകമാണ് സർവീസ് വിതിൻ ടൈം. റെജി ചോദിച്ച സർവീസിനുള്ളിൽ കൊടുക്കാമെന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ വളരെ പ്രാധാന്യം വലിയ ടീം വർക്കിന്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല പല ഫങ്ഷനുകൾ ചേർന്നിട്ടാണ്. ഇത് പുറമേ നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു സംവിധാനമാണെങ്കിൽ അകത്തൊത്തിരി വിഭാഗങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് കോൾ സെൻറ്ററിൽ ഒരു കസ്റ്റമർ വിളിക്കുന്നു, അപ്പോൾ ഒരു കോൾ സെൻറ്റർ ഒരു ഏജൻറ്റ് എടുക്കുന്നു, അതിനെ നമ്മളൊരു ടിക്കറ്റായിട്ട് റേസ് ചെയ്യുന്നു, അത് മറ്റൊരു ഫംഗ്ഷനിലോട്ട് പോകുന്നു, അതൊരു നെറ്റ്വർക്ക് ടീം ആക്സെപ്റ്റ് ചെയ്യുന്നു, അവിടെ നിന്നും അവർ കസ്റ്റമറെ വിളിക്കുന്നു, വിളിച്ചിട്ട് എന്താണ് അത് എൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മളൊരു വാഹനത്തിൽ 2 പേര് ചേർന്ന് ഒരു സ്പ്ലൈസിങ് മെഷീനോ അല്ലെങ്കിൽ മറ്റുള്ള ഉപകരണങ്ങളോ ലാഡറോ ഒക്കെ ആയിട്ട് പോകേണ്ട സന്ദർഭമായിരിക്കും. അപ്പോൾ അവിടെ മറ്റൊരു വിഭാഗമുണ്ട്, അവരെ വിളിക്കുന്നു, അവർ വാഹനവുമായിട്ട് പോകുന്നു, അവിടെ ചെന്ന് കഴിയും. അപ്പം റെജി ചോദിച്ചതുപോലെ അത് പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ ടി വിയിൽ പിക്ചർ പോകുന്നു, അല്ലെങ്കിൽ ഇന്റർനെറ്റ് പോകുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പം അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നൊരു സംവിധാനമാണ്. അത് വളരെ എഫിഷ്യൻ്റായിട്ട് അകത്ത് മറ്റ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇസ് വെരി വെരി ക്രിട്ടിക്കൽ. ആൻഡ് ദെൻ ഞങ്ങളത് വളരെ ക്രിട്ടിക്കലായിട്ട് വാല്യുവേറ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. സോഷ്യൽ മീഡിയയുടെ പ്രൊമോഷൻസ് ഇന്ന് വളരെ വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്താണ്. ഇൻസ്റ്റയും ഫേസ്ബുക്കും എല്ലാം വഴി ഏഷ്യാനെറ്റ് പുതിയ കണക്ഷൻസ് ആകർഷിക്കുന്നതിലും എല്ലാം സോഷ്യൽ മീഡിയയിലെ പ്രൊമോഷൻസ് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് സർ? സോഷ്യൽ മീഡിയ വലിയൊരു ഘടകമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇപ്പം റിജി ചോദിച്ച ഈ പോയിന്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? ഇന്റർനെറ്റിലാണ്. അപ്പോൾ നമ്മളൊരു ഇന്റർനെറ്റ് സേവന ദാതാവാണ്. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ ഓൺലൈൻ, നമ്മൾ കുറച്ചുകൂടി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓൺലൈൻ. അപ്പം ഒരു ഇൻ്റർനെറ്റ് ഉപഭോക്താവ് ഒരു ഇൻ്റർനെറ്റ് ദാതാവിനെ തിരയുന്നത് ഇൻ്റർനെറ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വലിയൊരു ഘടകം നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ എൻക്വയറിക്ക് വേണ്ടി വരുന്നത് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ അതിന് തന്നെ നമുക്കൊരു പ്രത്യേക ടീം, നമുക്ക് പ്രത്യേക പ്രോഗ്രാമുകളെല്ലാം ഉണ്ട്. എല്ലാ ദിവസവും എത്ര കസ്റ്റമേഴ്സ് നമുക്ക് നമ്മളുടെ പുതിയ സേവനങ്ങൾക്ക് വേണ്ടി, സേവനങ്ങൾ മാത്രമല്ല എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അവർ കംപ്ലൈൻറ്റുകളായിട്ട് പറയാം. കംപ്ലൈൻറ്റുകൾക്ക് ഉപരിയായിട്ട് ചില കസ്റ്റമേഴ്സ് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നുണ്ട്. ഓക്കെ, ഇന്നെല്ലാം എന്ത് ഫീഡ്ബാക്ക് നമ്മൾ വരുന്നത്, ഇൻട്രാക്ഷൻ വരുന്നത് രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണ്. ആർക്കും എന്തും പറയാം. പക്ഷെ അപ്പം നമ്മൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് അതിനെല്ലാം അഡ്രസ്സ് ചെയ്യാനായിട്ടും, ആരെങ്കിലും ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ് ടാഗ് ചെയ്ത് പോസിറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കാനും നന്ദി പറയാനും, അതല്ല നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിച്ചത് റിസോൾവ് ചെയ്യാനും അതിനുള്ള ഒരു ടീമുണ്ട്. മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടീമുണ്ട്. സർ, അടുത്ത തലമുറയിലെ ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ചുള്ള ഏഷ്യാനെറ്റിൻ്റെ ഒരു വിഷൻ എന്തായിരിക്കും സർ? അടുത്ത തലമുറയ്ക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനതിന് 3ആയിട്ട് തിരിക്കും. ഞാൻ ജീവിച്ച കാലഘട്ടം, മേ ബി എൻ്റെ മുമ്പിലുണ്ടായിരുന്ന കാലഘട്ടം, ഇനിയുള്ള പുതിയ തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു അവരുടെ കാഴ്ചപ്പാട്, നമ്മളതിനെ ജെൻ സി, ജെൻ ആൽഫ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ അടുത്ത് കേട്ടു പുതിയ. അപ്പം അവരുടെ താല്പര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ കൂടുതൽ കൊറിയൻ സിനിമകൾ അല്ലെങ്കിൽ മറ്റുള്ള ആർട്ട് ഫോംസ്, ഭക്ഷണ രീതികളെല്ലാം മാറ്റമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ ഒരു മീഡിയം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്, കണക്ടിവിറ്റി ആ മേഖലയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കണ്ടൻറ്റുകളിൽ മാത്രമേ ഒരു മാറ്റമുണ്ട്. സോ ഏഷ്യാനെറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്ന മേഖലയിലോട്ട് അധികം നമ്മൾ കടക്കുന്നില്ല. നമ്മളൊരു മീഡിയേറ്ററാണ്, നമ്മളൊരു കണക്ടിവിറ്റി പ്രൊവൈഡറാണ്. കേബിളിലായാലും ബ്രോഡ്ബാൻഡിലായാലും കണക്ടിവിറ്റി പ്രൊമോട്ടറാണ്. അപ്പം പുതിയ തലമുറ പുതിയ തലങ്ങൾ തേടുമ്പോൾ, പുതിയ എൻ്റർടൈൻമെൻറ്റ് തേടുമ്പോൾ അതിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ അതിനെ കാണുന്നത്. അവിടെ ഞാൻ കാണുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എങ്ങനെ പുതിയ തലമുറയ്ക്ക് ബഫർ ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. OTT പോലുള്ള എങ്ങനെ കൂടുതൽ സോഴ്സസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൊറിയൻ സിനിമകൾ ഉള്ള OTT നമുക്കത് സൗജന്യമായിട്ട് എങ്ങനെ എത്തിച്ചു കൊടുക്കാം, എങ്ങനെ അത് ബഫർ ഫ്രീ ആയിട്ട് കാണിച്ചു കൊടുക്കാം. ഈ 2 ഘടകങ്ങളാണ് നമ്മൾ നോക്കുന്നത്.
തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ട്. പണ്ട് കണ്ടിരുന്ന നമ്മളുടെ തലമുറയും മുൻപുള്ള തലമുറയും നമ്മളും ഇനി വരുന്ന തലമുറയും കാണുന്നതിൽ മാറ്റങ്ങളുണ്ട്. കുറച്ചും കൂടി ഷോർട്ട് ഫോമാറ്റ്സ് ആണ് അവർ. ഓക്കെ, 2 മണിക്കൂർ നീണ്ടിരുന്ന ഒരു സിനിമ കാണാനായിട്ടുള്ള ക്ഷമ എല്ലാം ഒരു റീൽസ് മേഖലയിലോട്ടാണ് പോകുന്നത്. കൊറിയൻ ഡ്രാമ, ഡ്രാമ എന്നൊക്കെ പറയുന്നത് നമ്മളെ കാലത്തൊന്നും, പണ്ട് കാലത്ത് കൊറിയൻ ഡ്രാമയെ കുറിച്ച് അറിയത്തുപോലുമില്ല. നമ്മളെല്ലാം വടക്കൻ വീരഗാഥ 3 മണിക്കൂർ 3.5 മണിക്കൂർ തിയേറ്ററിലിരുന്ന് കണ്ടവർ ഇന്നത്തെ പുതിയ ജനറേഷൻ 1 മിനിറ്റിൻ്റെ എപ്പിസോഡുകളാണ് കാണുന്നത്. ഡ്രാമ എല്ലാം 1 മിനിറ്റ് എപ്പിസോഡുകളാണ്. അപ്പം ലൈഫ് ഇസ് സോ ഫാസ്റ്റ്. കാരണം അപ്പം അതുകൊണ്ട് ആ മാറ്റമുണ്ട്. അപ്പം അവിടെ ഞാൻ പറഞ്ഞതുപോലെ ആ സ്പീഡിലേക്ക് ഇന്റർനെറ്റ് വന്നാലേ കറക്റ്റ് ആ സ്പീഡിലോട്ടുള്ള ഇൻ്റർനെറ്റ് അതുപോലുള്ള കണ്ടന്റുകൾ എത്തിച്ചു കൊടുക്കുക. സർ, ബ്രോഡ്ബാൻഡ് വിപണിയിൽ മത്സരം ഭയങ്കര ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പുതിയ പുതിയ പ്ലാനുകളും പുതിയ പുതിയ സ്ട്രാറ്റജികളും അതെങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നു? അത് എത്രത്തോളം വിജയിക്കുന്നു? തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 25 വർഷം മുമ്പ് നമ്മൾ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ 33 വർഷം മുമ്പ് കേബിൾ സേവനങ്ങൾ തുടങ്ങിയപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രോഡ്ബാൻഡ് തുടങ്ങിയപ്പം സ്വകാര്യ മേഖലയിലുണ്ടായിരുന്ന ഏക കമ്പനി ഏഷ്യാനെറ്റ് മാത്രമായിരുന്നു. അന്ന് എപ്പോഴും ഒരു സിംഗിൾ ഓപ്പറേറ്റർ മാർക്കറ്റിൽ ഗ്രോത്തിൻ്റെ വേഗത കുറവായിരിക്കും. സോ പിന്നീടാണ് കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു 10-12 വർഷങ്ങൾക്കാണ് കൂടുതൽ ഓപ്പറേറ്റേഴ്സ് പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ് മേഖലയിലോട്ട് വന്നിരിക്കുന്നത്. നല്ല കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക്, കസ്റ്റമേഴ്സിന് കൂടുതൽ ചോയ്സസ് ഉണ്ട്. ഓക്കെ, പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി, ഇത് ഈ കേബിൾ അല്ലെങ്കിൽ ഈ ഫൈബർ ഓരോ വീടുകളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കേവലം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മാത്രം സാധ്യമല്ല, അത് സമയമെടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ 33 വർഷം കൊണ്ട് ഏഷ്യാനെറ്റ് 3.5 ലക്ഷം കിലോമീറ്റർ ഫൈബറാണ് കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ 3.5 ലക്ഷം കിലോമീറ്ററാണ് ഓടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂഗോളത്തിന് 3 തവണ വലം വയ്ക്കാനായിട്ടുള്ള ദൂരത്തിലാണ് നമ്മളുടെ ഫൈബറുകൾ. ഇത് നമ്മൾ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ നേടിയെടുത്തതല്ല, കഴിഞ്ഞ 33 വർഷം കൊണ്ടാണ് ഈ നെറ്റ്വർക്ക് ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമറിന് അവരുടെ വീട്, ഇന്ന് കസ്റ്റമറുടെ വീടുകളുടെയും ആവാസ വ്യവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, കൂടുതൽ സ്ഥലങ്ങളിലോട്ട് വീടുകൾ എത്തുന്നു. അപ്പം കസ്റ്റമേഴ്സിന് ചോയ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചോയ്സ് വരുന്നത് ഞങ്ങൾക്ക് സർവീസ് ലെവൽസ്, നെറ്റ്വർക്കിൻ്റെ ക്വാളിറ്റി, നെറ്റ്വർക്കിൻ്റെ ടെക്നോളജി കീപ്പ് ഓൺ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കൂടിയാണ് മറ്റ് കോമ്പറ്റീഷൻ വരുന്നത്. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. ആരാണോ ഏറ്റവും കൂടുതൽ നല്ല സേവനങ്ങൾ കൊടുക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പാരാമീറ്റേഴ്സും വെച്ച് കൊടുക്കുന്നു, ഏറ്റവും കൂടുതൽ സ്പീഡ് കൊടുക്കുന്നു, ഏറ്റവും കുറഞ്ഞ മന്ത്ലി റേറ്റുകളിൽ അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളിൽ കൊടുക്കുന്നു, അതിനെ എല്ലാം പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വന്നതുകൊണ്ട് നമുക്ക് ബിസിനസ്സിനെ ബാധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഇൻ്റർനെറ്റ് പെനട്രേഷൻ്റെ ആക്കം കൂട്ടിയത് ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ പല ആളുകളും ഇത് നല്ല മേഖലയാണല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്തു ചാടി വരുന്നവരുണ്ട്. അങ്ങനെ എടുത്തു ചാടി വന്ന് ചെയ്യാവുന്നൊരു ബിസിനസ് മേഖലയല്ല ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ഘടകങ്ങളുണ്ട് കസ്റ്റമർ സർവീസ് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുന്നവർ ലോങ് ടേമിൽ ഉണ്ടാവില്ല. പക്ഷേ ഒരു കേരളത്തിൽ ഇപ്പോഴും ഒരു 3, 4, 5 ബ്രാൻഡുകൾ ഈ മേഖലയിലുണ്ട്, നന്നായിട്ട് പോകുന്നു. സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഇതിലുണ്ട്. അപ്പം പുതിയ സർക്കാരിൻ്റെ ഡിജിറ്റൽ കേരള എന്ന് പറയുന്ന പദ്ധതികളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതിലെല്ലാം ഏഷ്യന് അതിൻ്റെതായ പങ്കും വഹിക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇന്ന് കേരളത്തിൻ്റെ ഡിജിറ്റൽ സാക്ഷരത നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ മുമ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ മിഷൻസിനൊപ്പം എന്നും കൂടെ നിന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇനിയും അത് നമ്മൾ കൂടെ നിൽക്കും. നമുക്കെപ്പോഴും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ കേരളത്തിനോടുണ്ട്, മാറി വരുന്ന സർക്കാരുകളോടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് സർക്കാരിൻ്റെ തന്നെ ബ്രോഡ്ബാൻഡ് കമ്പനി ഉണ്ട്. ഓക്കെ, BSNL നാഷണൽ ലെവലിൽ BSNL ഉള്ളതിന് പുറമെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു സംരംഭം ഈ മേഖലയിലോട്ട് വന്നിട്ടുണ്ട്. സോ സർക്കാരിനെ കൊണ്ട് മാത്രം പറ്റത്തില്ല, പ്രൈവറ്റ് കമ്പനിയെ കൊണ്ടുകൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വഴിയാണ് നമുക്ക് ഈ കേരളത്തിന് എനിക്ക് തോന്നുന്നത് മൊബൈൽ ഫോണുകളുടെ സാക്ഷരതയിൽ, സ്മാർട്ട് ഫോണുകളുടെ സാക്ഷരതയിൽ നമ്മൾ കേരളം നമ്പർ 1 ആണ്. വീടുകളിലേക്കുള്ള ഇൻ്റർനെറ്റ് പെനട്രേഷനിലും
എനിക്ക് തോന്നുന്നത് ഇന്ന് ഉള്ള ആ ഒരു കോപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കേരള സംസ്ഥാനം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യം സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം നമ്മൾ ഡിക്ലെയർ ചെയ്തതുപോലെ സമ്പൂർണ്ണ ഇൻ്റർനെറ്റ് വൽക്കരണം ആദ്യം ഡിക്ലെയർ ചെയ്യുന്ന സംസ്ഥാനമായിരിക്കും കേരളം. നമ്മൾ സർക്കാരിൻ്റെ സംവിധാനങ്ങളുമായിട്ട് കൂടെ ചേർന്ന് നിന്ന് അത് പ്രവർത്തിക്കുന്നുണ്ട്. സർ, ഒരു 30 വർഷത്തിന് മുകളിലുള്ള താങ്കളുടെ കരിയറിൽ താങ്കളുടെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു മോട്ടിവേഷൻ എന്താണ് സാർ? കൂടുതലും സെയിൽസ് തന്നെ ആയിരുന്നു. ഓക്കെ, അതിലെ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ ഏകദേശം 25-26 വർഷങ്ങൾക്ക് മുൻപ് മൊബൈൽ ഫോൺ മേഖലയിൽ ഞാൻ കേരളത്തിൽ മൊബൈൽ ഫോണിൻ്റെ തുടക്കകാലത്ത് ഞാൻ കരിയർ തുടങ്ങിയൊരു വ്യക്തിയാണ്. അന്ന് കേരളത്തിൻ്റെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം സെല്ലുലാർ ഫോണുകൾ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ വളരെ ചുരുക്കം വ്യക്തികൾ മാത്രം മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയതിൽ നിന്നും ഇന്ന് 3.5 കോടി ജനങ്ങൾ ചേർന്ന് 4 കോടി സിം കാർഡ് ഉപയോഗിക്കുക എന്ന് പറയുന്ന ആ 26 വർഷ കാലയളവിൻ്റെ ഭാഗവാക്കാക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് വീടുകളിൽ നിന്നും ഈ മേ ബി അടുത്ത 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് കാലത്തിരുന്ന് എനിക്ക് ആവേശപൂർവ്വം ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും കേരളത്തിൻ്റെ ഇൻ്റർനെറ്റ് വയേർഡിലും അല്ലെങ്കിൽ ടെലികോം, വയേർഡ്, സെല്ലുലാർ മേഖലകളിൽ ജോലി ചെയ്യാൻ പറ്റിയതും ആ വിപ്ലവത്തിൻ്റെ ഭാഗം കഴിഞ്ഞതെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആവശ്യം. സർ, ഒരു മികച്ച മാനേജറും ഒരു മികച്ച ലീഡറും തമ്മിലുള്ള വ്യത്യാസം താങ്കൾ എങ്ങനെയാണത് പറയുന്നത്? ഒരു മികച്ച ലീഡർ എങ്ങനെയായിരിക്കണം, ഒരു മാനേജർ എങ്ങനെയായിരിക്കണം? ഓക്കെ, ഇൻ്റർനെറ്റുമായിട്ട് വ്യത്യാസപ്പെട്ടുള്ള ചോദ്യമാണ്. എന്നാൽ പോലും അതൊരു വലിയൊരു സബ്ജക്റ്റാണ്. ഓക്കെ, മാനേജർ ആൻഡ് ലീഡർ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്, തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ലീഡർ എന്ന് പറയുന്നത് മറ്റുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേകിച്ച് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടാസ്ക് എടുക്കുമ്പോൾ, അത് ഞാൻ ജോലിയിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു കുടുംബനാഥന് പോലും ഒരു ടാസ്ക് ഉണ്ട്. ഓക്കെ, ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ അല്ലെങ്കിൽ ഈ ടാസ്ക് ഏറ്റെടുക്കേണ്ട വ്യക്തികൾ, നമുക്കിപ്പോഴും ഒരു ടീം ഉണ്ടാവുമല്ലോ. കുടുംബമാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം ഉണ്ടാവും, സമൂഹമാണെന്നുണ്ടെങ്കിൽ സമൂഹം ഉണ്ടാവും, രാഷ്ട്രീയ പാർട്ടികളാണെന്നുണ്ടെങ്കിൽ അണികളുണ്ടാകും, കമ്പനിയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ എംപ്ലോയീസ് ഉണ്ടാകും. അപ്പം ഇവർക്കെല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അല്ലേ, ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടാവും. ഇപ്പം രാഷ്ട്രീയ പാർട്ടികളാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ജയിക്കണം, അധികാരത്തിലേറണം, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത്ര വീടുകളിലേക്ക് ഇൻ്റർനെറ്റ് എത്തിക്കണം. ആ ലക്ഷ്യം വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലീഡറിൻ്റെ ചുമതലയാണ്. അതിൽ നിന്ന് തുടങ്ങുന്നു ബാക്കിയുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഓക്കെ, അതും വിഷ്വലൈസേഷനാണ്. അത് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുക, പാക്കേജ് ഉണ്ടാക്കുക. ഓക്കെ, അതാണ് എക്സിക്യൂഷൻ പാർട്ട്. ആ പാക്കേജ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ട്. ആ പാക്കേജ് എന്തിന് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം എന്ന് നമ്മളുടെ ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ചുമതലയാണ് അടുത്ത ഘട്ടം. അതാണ് എക്സിക്യൂഷൻ. അത് വലിയൊരു ഭാഗമാണ്. അവിടെയാണ് ഒരു ലീഡറിൻ്റെ റോള്. അത് നമ്മളുടെ ടീമിനെ കൺവിൻസ് ചെയ്യണം. ഈ ടീം എന്ന് പറയുന്നത് പല രീതിയിലുള്ള ആളുകളായിരിക്കാം, ഓക്കെ, പല എക്സ്പീരിയൻസ് ലെവലിൽ പല തലത്തിൽ വരുന്നത്. അവരെല്ലാം കൂട്ടായി ഒത്തൊരുമിച്ച് കൊണ്ടുപോയി വെൽ അലൈൻഡായിട്ട് കൊണ്ടുപോയി ഈ ലക്ഷ്യത്തിലേക്ക് അലൈൻ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ആര് എപ്പോൾ എന്ത് എത്ര ചെയ്യണമെന്നുള്ളത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി, ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല, ആ ഒരു ടീം വർക്ക് റിസൾട്ടിലോട്ട് വരുമ്പോഴാണ് ലീഡറാകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കുറേ ഘടകങ്ങളുണ്ട്. അതിൽ വിഷ്വലൈസേഷൻ ഉണ്ട്, തിങ്കിങ് ഉണ്ട്, സ്ട്രാറ്റജി ഉണ്ട്, ടീം വർക്ക് ഉണ്ട്, ടീം മാനേജ്മെൻ്റ് ഉണ്ട്, പീപ്പിൾ മാനേജ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഒത്തുചേർന്നിട്ടുള്ള ഒരു ടോട്ടൽ സമ്മറിയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മാനേജർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പറയുന്ന ഈ ആക്ടിവിറ്റിയുടെ എല്ലാം ഒരു ഘടകമാണ്. നമ്മൾ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്നൊരു ടാസ്ക് ചെയ്യാൻ പറഞ്ഞു, ആ ടാസ്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ. ലീഡർഷിപ്പ് അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അതിൽ പല പല ഘടകങ്ങളുണ്ട്. സാർ, അതുപോലെ ഒരു കോർപ്പറേറ്റ് ബിസി ലൈഫാണ്. അതിൽ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും കൂടി എങ്ങനെ കൊണ്ടുപോകുന്നു?
ഞാൻ പറയുന്നത് രണ്ടും ഇൻ്റർലിങ്ക്ഡ് ആണ്. ഓക്കെ, പേഴ്സണൽ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ വർക്ക് ലൈഫ് വേണം. ഓക്കെ, വർക്ക് ലൈഫിൽ നമ്മളുടെ പേഴ്സണൽ ലൈഫിൻ്റെ വലിയൊരു സപ്പോർട്ട് വേണം. എനിക്ക് തോന്നുന്നു അതൊരു പലരും ഇതിനെ പറ്റിയിട്ട് വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ ബാലൻസ് ചെയ്യുന്നതിനനുസരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണലി വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ലൈഫിൽ നിന്നും എൻ്റെ ജോലിയിലേക്കുള്ള സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ വർക്ക് ലൈഫിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് കൊണ്ടാവാം എനിക്ക് അങ്ങനത്തെ ഒരു വർക്ക് ലൈഫ് ബാലൻസിങ് ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് പോലത്തെ ഒരു വർക്ക് സ്റ്റൈൽ അല്ല. ഓക്കെ, അത് മാറി. ഇപ്പോൾ ഉദാഹരണത്തിന് 15 വർഷം മുമ്പ് 9:30 ഓഫീസിൽ വരുന്നു, 5:30 തിരിച്ചു വന്നു. സോ 9:30 to 5:30 എന്ന് പറയുന്ന ആ വിൻഡോയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു, പക്ഷേ പണ്ടെല്ലാം ഒരു മീറ്റിങ്ങുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരും യാത്ര ചെയ്തൊരു സ്ഥലത്ത് കൂടിയിരുന്നിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നങ്ങനല്ല. ഇന്നൊരു മീറ്റിംഗ് വേണം. മുംബൈയിലിരിക്കുന്ന വ്യക്തി, വിദേശത്തിരിക്കുന്ന വ്യക്തി, കൊച്ചിയിലിരിക്കുന്ന വ്യക്തി, തിരുവനന്തപുരത്തിരിക്കുന്ന വ്യക്തി, എല്ലാവരും ഒരു 2 മിനിറ്റിനുള്ളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിൽ വന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത്. സോ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പം വർക്ക് സ്റ്റൈല് തന്നെ മാറി. ഓക്കെ, അപ്പം ഒരു 9:30 to 5:30 വിൻഡോയിലല്ലാതെ യു ഹാവ് ദറ്റ് ഫ്ലെക്സിബിലിറ്റി. പല ദിവസങ്ങളിലും ചിലപ്പം രാത്രി 10 മണിക്കും 11 മണിക്കായിരിക്കും നമുക്കൊരു കോൾ വരുന്നത് ഇന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അന്ന് പെട്ടെന്ന് ഒരു കാറ്റും മഴയും വന്നു, ഈ ഏരിയയിൽ മുഴുവൻ നമ്മുടെ നെറ്റ്വർക്ക് ഡൗൺ ആയി. നമുക്ക് പറയാൻ പറ്റത്തില്ല നാളെ രാവിലെ 9:30 ആവട്ടെ എന്നുള്ളത്. അതേസമയം നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്കൊരു പെർട്ടിക്കുലർ വിഷയത്തെപ്പറ്റി സംസാരിക്കണം, അടുത്ത 15-ാം തീയതി നമുക്കെല്ലാവർക്കും തിരുവനന്തപുരത്ത് വെച്ച് കാണാം എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു വിഷയം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് വീഡിയോ കോൺഫറൻസിങ് ഫെസിലിറ്റി വഴി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഓരോരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഒരു പേഴ്സണൽ ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. സാറിന് പേഴ്സണൽ ഒരു ചോദ്യം, സാർ ഫാമിലിയെ കുറിച്ച് കൂടി സാർ പറയാം. ഞാൻ കൊച്ചിയിലാണ് താമസം. വൈഫ്, 2 കുട്ടികൾ, 2 പെൺകുട്ടികളാണ്. 2 പേരും വിദ്യാർത്ഥികളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. വൈഫ് ജോലി ഉണ്ടായിരുന്നു, ഇപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് കൂടെ നിൽക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവരാണ് എൻ്റെ ബാക്ക് ബോൺ. കാരണം ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും വർക്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ദേ ആർ മൈ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. സാർ, ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു ദിവസം അത് സാറിൻ്റെ രീതിയിലാണെങ്കിൽ സാർ എങ്ങനെ അതിനെക്കുറിച്ച് സാറിന് പറയാൻ പറ്റുമെന്ന് ഞാനൊരു ചെറിയൊരു എക്സസൈസ് തരാം. 1 മിനിറ്റ് നേരം റെജി ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. 1 മണിക്കൂർ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ, ഓക്കെ, ഈ കേരളത്തിൽ ഇൻ്റർനെറ്റ് 1 മണിക്കൂർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും റെജി ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് സ്വസ്ഥമായിട്ട് ആലോചിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടും, നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. അടുത്തിടെ ഞാനൊരു വായിച്ചു, ഏത് രാജ്യത്താണെന്നറിയില്ല, ആ രാജ്യത്ത് 1 മണിക്കൂർ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്തില്ല. ആ കൺട്രി വെൻറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ. ഫ്ലൈറ്റുകളൊന്നും ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലുകളിൽ വർക്ക് നടന്നിട്ടില്ല. ഇറ്റ് ഈസ് അൺഇമാജിനബിൾ. ഞാനതാണ് നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. കറണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് ബാക്കപ്പുകളുണ്ട്. പക്ഷേ ഇൻ്റർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ എല്ലാ ഘടകങ്ങളെയും ബാധിക്കും. അപ്പം അതിലേറ്റവും വലിയ എക്സാമ്പിളായിരുന്നു ഈ രാജ്യത്ത് 1 മണിക്കൂർ ഇൻ്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് ആ രാജ്യം നിശ്ചലമായി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. 1 മണിക്കൂർ അവരുടെ എയർപോർട്ടുകളിൽ നിന്നും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യില്ല, ഫ്ലൈറ്റ് പൊന്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ രാജ്യത്ത് വരുന്ന നഷ്ടങ്ങൾ. ആ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ചികിത്സകൾ, ശസ്ത്രക്രിയകൾ, സ്കൂളുകൾ, ഓഫീസുകൾ, ഫാക്ടറികൾ, പ്രൊഡക്ഷൻ, ലോകം നിശ്ചലവും. ഓക്കെ, അപ്പം അത്രത്തോളം ക്രിട്ടിക്കൽ ഘടകമാണ് ഇൻ്റർനെറ്റ് ഇന്ന് നമ്മുടെ ലോകത്തിന്. അപ്പോൾ അതുകൊണ്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുണ്ട്. അതിൻ്റെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ലോകത്ത് ഒരിക്കലും ഒരു നിമിഷം പോലും ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യാം. എന്നിരുന്നാലും റെജി ഒന്ന് ആലോചിച്ച് നോക്കൂ എപ്പോഴെങ്കിലും 1 മിനിറ്റ് എന്തൊക്കെ ഘടകങ്ങൾ നമ്മൾ ബാധിക്കുന്നു. എല്ലാം ഞാൻ അത് ചിലപ്പോഴെങ്കിലും നമുക്ക് ചില മേഖലകളിലും ചെറിയ ഏരിയകളിലൊക്കെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് വിളിക്കും, നമുക്കറിയാൻ പറ്റും അത് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട്
ഞങ്ങൾ ഏഷ്യാനെറ്റിൽ വി ആർ വെൽ കോൺഷ്യസ്, വെൽ അവെയർ, ആൻഡ് ദെൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഇതൊരു അവശ്യ സർവീസായിട്ട് നമ്മൾ വി ആർ അവൈലബിൾ 24/7. സർ, പൊതുവേ ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട് ഇൻ്റർനെറ്റിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഇൻ്റർനെറ്റിൻ്റെ റേറ്റ് ഓരോ പ്ലാനിനും അത് കൂടുതലാണോ അല്ലെ ഇനി അത് കൂടാൻ ചാൻസ് ഉണ്ടോ? അതിനെക്കുറിച്ച് പ്രസക്തമായിട്ടുള്ളൊരു ഒരു ചോദ്യമാണ് രജി. ഇന്ന് ഇന്ത്യ, നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇൻ്റർനെറ്റ് വില കുറഞ്ഞ് ലഭിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും മൂന്നോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കും, വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ട് നമ്മളെക്കാൾ മുൻപ് ഇൻ്റർനെറ്റ് മേഖലയിലോട്ട് വന്നിട്ടുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴേക്കും എത്രയോ കുറവാണ് ഇൻ്റർനെറ്റിൻ്റെ പ്രൈസുകൾ ഇന്ത്യ. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഈസ് എ ചീപ്പസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇക്കണോമിക്കലായിട്ട് ഇൻ്റർനെറ്റ് അവൈലബിൾ ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. രണ്ടാമത്തെ ചോദ്യം, ഇൻ്റർനെറ്റിൻ്റെ റേറ്റ് കൂടാൻ പോകുക എന്നുള്ളത് തീർച്ചയായിട്ടും റേറ്റുകൾ കൂടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കോസ്റ്റ് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇൻ്റർനെറ്റ് സോഴ്സ് ചെയ്യാനായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുമുള്ള കമ്പോണൻസിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഇൻ്റർനെറ്റ് റേറ്റുകൾ കൂടും, അനിവാര്യമാണ്. എന്ന് വെച്ച് നമ്മൾ ഇൻ്റർനെറ്റിനെ ഒരിക്കലും, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ആണ്, നമ്മുടെ രാജ്യങ്ങളിൽ താരിഫ് റെഗുലേറ്റഡ് ആണ്. നമുക്കൊരു ഓപ്പറേറ്ററിന് നമുക്ക് തോന്നുന്ന പോലെ കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് റെഗുലേറ്ററി ബോഡിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നുന്ന വിധം കൂടാൻ പറ്റത്തില്ല. പക്ഷേ ഓവറോൾ റേറ്റുകൾ കൂടും, തീർച്ചയായിട്ടും കൂടും. അവിടെയാണ് ഏഷ്യാനെറ്റ് ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു 1.5-2 വർഷമായിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നത്. നമുക്ക് ടാരിഫ് ലോക്ക് ചെയ്യാം. ഓക്കെ, അതായത് 2 വർഷത്തേക്ക് 1 വർഷത്തേക്ക് നമ്മളൊരു പ്രൈസ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ആ 2 വർഷത്തേക്ക് ഒരു പ്രത്യേക ടാരിഫാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 799 രൂപ വിലയുള്ള ഒരു ഇൻ്റർനെറ്റ് പ്ലാന് നമ്മൾ 2 വർഷത്തേക്ക് ഒരുമിച്ച് കസ്റ്റമർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 399 രൂപയുള്ളൂ. അപ്പോൾ 2 വർഷത്തേക്ക് ആ പ്രൈസ് ലോക്ക്ഡാണ്. അതിനുള്ളിൽ പ്രൈസ് എത്ര കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ കസ്റ്റമറിന് പ്രൈസ് കൂടില്ല. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ 2 വർഷത്തേക്കുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഒത്തിരി കസ്റ്റമേഴ്സ് ആ പദ്ധതിയിൽ എൻറോൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ഇൻ്റർനെറ്റ് പ്രൈസിംഗ് ഉള്ള ഒരു രാജ്യമാണ്. പ്രൈസുകൾ കൂടും, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ കൂടും. 3 മാസം 6 മാസം കാലാവധിക്കുള്ളിൽ കൂടും. ഒത്തിരി ആളുകൾ ഇതിനെപ്പറ്റി ബോധവാന്മാരല്ലാത്തവർ മന്ത്ലി പ്ലാനുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ 2 വർഷത്തേക്ക് സൈനപ്പ് ചെയ്യുന്നവരുണ്ട്, 1 വർഷത്തേക്ക് സൈനപ്പ് ചെയ്യുന്നവരുണ്ട്. നല്ലൊരു കാര്യമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത്. ചിലപ്പോൾ നമ്മൾ പ്രൈസുകളെല്ലാം നമ്മൾ അനിയന്ത്രിതമായി പോകുന്നുണ്ടെങ്കിൽ ചിലപ്പം പുതിയ സ്കീമുകൾ കസ്റ്റമറെ കൊണ്ടുവരുന്നതിൽ നിന്നും പിൻവലിക്കാൻ നിർബന്ധിതരായേക്കാം. പക്ഷേ ആസ് ഓഫ് നൗ അങ്ങനൊരു പദ്ധതിയുണ്ട് നമുക്ക്. സർ, വളരെ വിലപ്പെട്ട ഈ തിരക്കുകൾക്കിടയിലും ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിശദമായി സംസാരിച്ചതിന് 1000 നന്ദി. താങ്ക് യു. ഏഷ്യാനെറ്റിൻ്റെ യാത്ര വെറും കേബിളിൻ്റെയോ ബ്രോഡ്ബാൻഡിൻ്റെയോ ഒരു കഥയല്ല. ഓരോ കുടുംബത്തിൻ്റെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു കഥയാണ്. അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ആ കൂട്ടായ്മ ഇതിലും ശക്തമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.